എവരി വൺ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. എഡ്ഫിൽ ലേണിംഗ് സംഘടിപ്പിക്കുന്ന വരാനിരിക്കുന്ന സൈക്കോളജി നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ നെറ്റ് ആസ്പിറൻസിനും വേണ്ടിയിട്ട് എൻലൈറ്റ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. വാട്സപ്പ് ത്രൂ ആണ് നമ്മളെല്ലാ ആക്ടിവിറ്റീസുകളും ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റും വെബിനാറും അതുപോലെ തന്നെ ഡെയിലി പോൾസൊക്കെ ആയിട്ട് ആക്റ്റീവായിരിക്കുന്ന ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. സൈക്കോളജി പേപ്പർ 2 മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് സൈക്കോളജിക്കൽ തോട്ട്സ് ഇൻ ഈസ്റ്റേൺ സിസ്റ്റവും വെസ്റ്റേൺ സിസ്റ്റവുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ ഒരുപാട് ഏരിയകൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തു. ഇനി അത് നമ്മൾ അവസാനമായിട്ട് ഈ ഒരു ഈസ്റ്റേൺ സിസ്റ്റം ആദ്യത്തെ മൊഡ്യൂളായിട്ടുള്ള എമർജൻസി ഓഫ് സൈക്കോളജിയുടെ അവസാനമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ എന്നുള്ളത്. സോ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, യോഗയാണ്. ഓക്കെ, യോഗ നമുക്ക് എന്താണ് നോക്കാം. നമ്മളെ യോഗയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വ്യത്യസ്ത യോഗ ഫിലോസഫികൾ, ഭഗവത്ഗീത, പതഞ്ജലി യോഗ സൂത്ര, അരബിന്ദോസ് യോഗ, മഹാത്മാഗാന്ധിസ് യോഗ, സ്വാമി വിവേകാനന്ദ, ഇവരൊക്കെ ഒരുപാട് യോഗ ഫിലോസഫീസിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ്. അപ്പം ആ ആളുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഭഗവത്ഗീതയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള ആ ഏൻഷ്യൻ്റ് ടെക്സ്റ്റുകളും അല്ലെങ്കിൽ ഫിലോസഫേഴ്സും ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ള ആ യോഗ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ തത്വ ചിന്തയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് അവരുടെ ഫിലോസഫിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെടുത്ത് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ അറേഞ്ച് ദ ഫോളോയിങ് ലിറ്റററി വർക്ക്സ് ഓൺ ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് യോഗ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. 2020 ചോദിച്ച ഒരു ചോദ്യമാണ് എന്ത്, ക്രോണോളജിക്കൽ ഓർഡറിലാക്കുക എന്നുള്ളത്. നമ്മൾ ഈസ്റ്റേൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഒരുപാട് ഏരിയയിൽ നിന്ന് നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ആദ്യത്തെ വേദമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഋഗ്വേദവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തത് അതും എന്താണ്, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം സോ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്, ആദ്യം നിങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിൻ്റെ വർഷം അറിയണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ആക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ത്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിലോസഫർ, ആ ഫിലോസഫേഴ്സിൻ്റെ പ്രശസ്തമായിട്ടുള്ള വർക്ക്, അതോടൊപ്പം അതിൻ്റെ ഇയർ, ഇങ്ങനെ ഒരു 3 കള്ളി വരച്ചുകൊണ്ട് ഒരു ടേബിൾ വരച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആ രൂപത്തിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. കാരണം ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ചോദ്യത്തിൽ ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത് അനശക്തി യോഗ ബൈ മഹാത്മാഗാന്ധി, ഗീതരഹസ്യ ബൈ ബാലഗംഗാധര തിലക്, ഗാഥ ബൈ തുക്കാരം, ഉപദേശ ബൈ രാമന മഹർഷി. ഈ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്താ ചോദിച്ചത്, ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് യോഗയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ക്രോണോളജിക്കൽ ഓർഡർ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ വർഷങ്ങൾ നമുക്കറിയണം. സോ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. അതിൻ്റെ മുന്നേ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എന്താണ് യോഗ. യോഗയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥമായിട്ട് യോഗ എന്നുള്ളത് നമ്മൾ ചെറിയൊരു ഡിസ്ക്രിപ്ഷനിലൂടെ എന്ത് ചെയ്യും, നമ്മൾ പഠിക്കും. വേർഡ് യോഗ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് യൂച്ച്, അഥവാ മീനിങ് ടു യുണൈറ്റ്, സംയോജിക്കുക അല്ലെങ്കിൽ കൂടിച്ചേരുക അല്ലെങ്കിൽ എന്താ ചെയ്യുക, യോജിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന യുജ് എന്നുള്ള സംസ്കൃത വാക്കിൽ നിന്നാണ് യോഗ എന്ന് പറയുന്നത്. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ, ഇതിവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മേ ബി ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനൊക്കെ ഏറെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്നുള്ളത്. എന്താണ്, ജൂൺ 21. Widely considered as an immortal cultural outcome of Indus-Saraswati Valley civilization back 2700 BC. അപ്പം ഏകദേശം സിന്ധു നദി സംസ്കാരത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കൾച്ചർ ഉടലെടുക്കുന്നത് എന്നാണ് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ കഴിയുക. എന്തിൻ്റെ, യോഗയുടെ കൾച്ചർ ഉടലെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്, യോഗ ഈസ് നോട്ട് ആൻ എക്സസൈസ്. നമ്മളൊക്കെ മേ ബി യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക അതിൻ്റെ പോസ്റ്റേഴ്സാണ്, അതിൻ്റെ എക്സസൈസാണ്. പക്ഷെ അത് മാത്രമല്ല യോഗ. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാത്ത് ഫോർ ലൈഫ്. ഇറ്റ് ഈസ് എ പാത്ത് ഫോർ ലൈഫ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആദ്യം തന്നെ കൺസെപ്റ്റ് ഉറപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ പാത്ത് ഫോർ ലൈഫ് ആണ് യോഗ എന്ന് പറയുന്നത്. യോഗ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. യോഗ ഈസ് എസെൻഷ്യലി എ സ്പിരിച്വൽ ഡിസിപ്ലിൻ ബേസ്ഡ് ഓൺ ആൻ എക്സ്ട്രീംലി സബ്റ്റിൽ സയൻസ് വിച്ച് ഫോക്കസസ് ഓൺ ബ്രിങ്ങിങ് ഹാർമണി ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. ഇറ്റ് ഈസ് ആൻ ആർട്ട് ഫോർ ഹെൽത്തി ലിവിങ്.
ഒരു ഹെൽത്തി ആയിട്ടുള്ള ലിവിങ്ങിന് അഥവാ സ്പിരിച്വൽ ഡിസിപ്ലിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ്ങിന് എങ്ങനെയാണ് അത് മൈൻഡും ബോഡിയും തമ്മിലുള്ള ഒരു യൂണിറ്റി. നമ്മൾ പറഞ്ഞു യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി ആർ ടു യുണൈറ്റ് എന്നുള്ള ഒരു ഡ്യുവലിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് യോഗ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ഗോളി എന്ന് പറയുന്നത്, ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഗോള് അല്ലെങ്കിൽ യോഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ എക്സ്ട്രീം ഗോളി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഫ്രീ ഫ്രം സഫറിങ്. അതല്ലെങ്കിൽ ഇവിടുത്തെ ആക്ഷനുകൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം, ആഗ്രഹങ്ങൾ, ഡിസയർ ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലിബറേഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് യോഗ എന്ത് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത യോഗ ഫിലോസഫി എന്ന് പറയുന്നത് വ്യത്യസ്ത പാത്തുകൾ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നു ഒറ്റ പോയിന്റിലേക്ക്, ഒരു സെയിം സമ്മിറ്റിലേക്ക് വ്യത്യസ്ത പാത്തുകൾ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ യോഗ ഫിലോസഫിയിലൂടെ, വ്യത്യസ്ത ഫിലോസഫിയുടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ദർ ആർ സോ മെനി യോഗ ഫിലോസഫീസ്. അത് നമ്മൾ പറഞ്ഞു, യോഗ ഫിലോസഫീസ് ഒരുപാടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മെനി ഡിഫറെൻറ്റ് പാത്ത്സ്, ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പാത്തുകൾ പരിചയപ്പെടുത്തി തരാം. പക്ഷേ സെയിം സമ്മിറ്റ്, ഒറ്റ ഗോളാണുള്ളത്, ഒറ്റ എക്സ്ട്രീം ഗോളാണ് യോഗയ്ക്കുള്ളത്. അതിൽ പറയുന്നത് ഭഗവത്ഗീത, പതഞ്ജലിസ് യോഗസൂത്ര, സ്വാമി വിവേകാനന്ദ, ശ്രീ അരബിന്ദോസ് യോഗ, മഹാത്മാഗാന്ധി. ചില യോഗ ഫിലോസഫീസ് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഫിലോസഫറും കൊടുത്തിട്ടുണ്ട്, ആൻഷ്യൻ ടെക്സ്റ്റ് ആണെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ കൺസെപ്റ്റ്, ഇതിൻ്റെയൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള യോഗയുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ള ഗീതരഹസ്യ, ഗാഥ ആൻഡ് ഉപദേശ, ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഏതാ നമ്മൾ നോക്കണമെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനസക്തി യോഗ ബൈ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയെ കുറിച്ച് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലും അല്ലെങ്കിൽ ഫാദർ ഓഫ് നേഷൻ നമ്മൾ ഒരുപാട് കേട്ട ഒരു വ്യക്തിത്വം കൂടിയാണ് മഹാത്മാഗാന്ധി എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ചരിത്രം. ദ കൺസെപ്റ്റ് ഓഫ് അനസക്തി, നോൺ അറ്റാച്ച്മെന്റ് ഈസ് സെൻട്രൽ ടു ഭഗവത്ഗീത. യഥാർത്ഥത്തിൽ അനസക്തി യോഗ എന്നുള്ളത് മുന്നോട്ട് വെക്കുന്നത് മഹാത്മാഗാന്ധിയാണ് എന്നുണ്ടെങ്കിലും ഇതിന്റെ കീ ആയിട്ടുള്ള കൺസെപ്റ്റ് എവിടെ നിന്നാണ്? ഭഗവത്ഗീതയിൽ നിന്നാണ്. ഭഗവത്ഗീത is introduced the concept. Mahatma Gandhi popularized, extremely developed his interpretation of it as അനസക്തി യോഗ. അപ്പം അതാണ് അനസക്തി യോഗ. മഹാത്മാഗാന്ധിയാണ് രചിച്ചിട്ടുള്ളത്, മഹാത്മാഗാന്ധിയാണ് അത് എഴുതിയിട്ടുള്ളത്. ബട്ട് അതിൻ്റെ കോറായിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ്? ഭഗവത്ഗീത, ഗീതയിൽ നിന്നാണ്. കാരണം ഗീതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ത്രൂ നോൺ അറ്റാച്ച്മെന്റ് ലിബറേഷൻ, അനസക്തി യോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഗീതയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഗാന്ധി ഗീത ആസ് എ മാനുവൽ ഫോർ എവറിഡേ ആക്ഷൻ. ദിനേന നമ്മൾ ചെയ്യുന്ന ആക്ഷനിലൊക്കെ അതൊരു വലിയൊരു സ്വാധീനം ഗാന്ധിക്ക് ഗീത നൽകിയിട്ടുണ്ട്. ഗാന്ധി ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹം ഈ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഗീതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഓക്കെ, അതിൽ എന്താണ് ഈ ഒരു അനസക്തി യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ത്രൂ നോൺ അറ്റാച്ച്മെന്റ് ലിബറേഷൻ ഫ്രം സഫറിങ് ക്യാൻ ബി അച്ചീവ്ഡ് പീപ്പിൾ ഹൂ പ്രാക്ടീസ് അനസക്തി യോഗ. സെയിം നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഒക്കെ കീ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. ബട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് പാത്തുകളെ കുറിച്ചാണ് ഈ ഡിഫറെൻറ്റ് ഫിലോസഫീസിലൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താണ്? ക്രോണോളജിക്കൽ ഓർഡറിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ വർഷം, ഏതൊരു വർഷത്തിലാണ് അതിൻ്റെ വർക്ക് ഗാന്ധി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. എന്താണ്? 1929. 1929 ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കായിട്ടുള്ള അനസക്തി യോഗയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് എവിടെ വെച്ചിട്ടാണ്? ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ്. ഏത് ഭാഷയിൽ? ഗുജറാത്തി ഭാഷയിൽ. ഈ ഉത്തരാഖണ്ഡിലെ കൗസാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം ഇരുന്നു കൊണ്ട് അത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് ആണ് എന്നൊക്കെ അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു സ്ഥലം അദ്ദേഹത്തിന് ഇരുന്നു കൊണ്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുള്ള ഉത്തരം ഇവിടെ ലഭിച്ചു. എന്ത്? 1929 അതിന് എന്ത്? ഗാന്ധി അനസക്തി യോഗ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗാന്ധി ഡെയിലി ആക്ടിവിറ്റീസിലൊക്കെ ഗീതയുടെ സ്വാധീനത്തെക്കുറിച്ചൊക്കെ ഗാന്ധി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അനസക്തി ആശ്രം, മേ ബി ഇത് റിലേറ്റ് ചെയ്തതുകൊണ്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അനസക്തി ആശ്രം യഥാർത്ഥത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? സർലാബെൻ. ആരാണ്? സർലാബെൻ. ഒരു ഇംഗ്ലീഷ് ഗാന്ധിയൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ആ ഒരു വ്യക്തിയാണ്, സർലാബെൻ ആണ് എന്ത് ചെയ്യുന്നത്? അനസക്തി ആശ്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ അനസക്തി യോഗയുമായി ബന്ധപ്പെട്ട് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ട ഉത്തരവും അനസക്തി യോഗ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് പോവാണ്. ഗീതരഹസ്യ എന്താണ്? ഗീതരഹസ്യ ബൈ BJ തിലക്. ആരാണ് ഈ BJ തിലക്? നമുക്കൊക്കെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ നമ്മളൊരു ഫ്രീഡം ഫൈറ്റർ ആയിട്ട് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പഠിച്ച ഒരു പേരും കൂടിയാണ് ബാലഗംഗാധര തിലക്.
ബാലഗംഗാധര തിലക്. അദ്ദേഹം ഈ ബാലഗംഗാധര തിലക് ഗീതരഹസ്യ അല്ലെങ്കിൽ ദ സീക്രട്ട് ഓഫ് ഗീത രചിക്കുന്നത്, അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 1915 ഇവിടെ 1915 അദ്ദേഹം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹം ഗീതയുമായി ബന്ധപ്പെട്ട് ഈ ഗീതരഹസ്യ എന്നുള്ള വർക്ക് തുടങ്ങുന്നത് അദ്ദേഹം ജയിൽവാസത്തിലായിരിക്കാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതുന്നത്. അങ്ങനെ 1914 അദ്ദേഹം കുറ്റവാളിയല്ല എന്നുള്ള തെളിവുകളില്ലാതെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതും 1915 അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിന്റെ കൃതി പബ്ലിക് ആക്കുന്നതും യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ആ സംഭവം ഉള്ളത്. അപ്പം 1915 നമ്മുടെ ഉത്തരത്തിന് ആവശ്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിന് ആവശ്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടി 1915. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കർമ്മയോഗ് ശാസ്ത്ര ഈസ് റിട്ടൺ ഇൻ മറാത്തി. അപ്പം ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധി എഴുതിയിട്ടുള്ളത്, ബാലഗംഗാധര തിലക് എഴുതിയിട്ടുള്ളത് ഇതിലാണ് മറാത്തി ഭാഷയിൽ. അത് കർമ്മയോഗ് ശാസ്ത്ര എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ, തിലക് സ്ട്രോങ്ലി ബിലീവ്ഡ് ഇൻ കർമ്മയോഗ. ഹി ആൾസോ എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ഥിതപ്രജ്ഞ, എ പേഴ്സൺ ഓഫ് സ്റ്റഡി ഇന്റലക്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൃതികളിൽ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റും അദ്ദേഹം എംഫസൈസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും ഗീതരഹസ്യം എന്താണ്, ഗീതരഹസ്യയിൽ അദ്ദേഹം രചിച്ച വർഷം എന്താണ്, അത് എവിടെ നിന്നാണ് അദ്ദേഹം രചിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ചെറിയൊരു ബ്രീഫ് നമ്മൾ നൽകി. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ Gada by Tukaram. Saint Tukaram was a prominent saint and poet from Maharashtra, India. ഇന്ത്യയിലുള്ള മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള സെയിൻറ്റ് ആൻഡ് പോയറ്റ് ആയിരുന്നു ആര്, തുക്കാരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഗാഥ. ഈസ് എ കളക്ഷൻ ഓഫ് ഡിവോഷണൽ പോയംസ് നോൺ ആസ് അബംഗാസ്. അതൊരു ഡിവോഷണൽ പോയംസിൻ്റെ ഒരു കളക്ഷനാണ്, ഒരു കവിതാ സമാഹാരം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അത് റിതമിക് വേഴ്സസ് ആണ്. നമുക്ക് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, അതിലെ മൂന്നാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണ്, ഏത് വർഷമാണ് അദ്ദേഹം അതിൻ്റെ രചന കംപ്ലീറ്റ് ചെയ്യുന്നത്, ഏത് വർഷമാണ്, 17ാം നൂറ്റാണ്ട് 17th സെഞ്ച്വറിയിലാണ്. ഏത് ഭാഷ, മറാത്തി ലാംഗ്വേജ്. മറാത്തി ലാംഗ്വേജിലാണ് ബാലഗംഗാധര തിലക് അദ്ദേഹത്തിൻ്റെ എന്തും എഴുതിയിട്ടുള്ളത്, എന്താ എഴുതിയിട്ടുള്ളത്, ഗീതരഹസ്യ. ഓക്കെ, മറന്നുപോകരുത്. ബാലഗംഗാധര തിലക് അദ്ദേഹത്തിന്റെ ഗീതരഹസ്യം മറാത്തി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്, തുക്കാരം ഗാഥയും മറാത്തി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം 17ാം നൂറ്റാണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗാന്ധിജിയുടേത് ഏതാണ്, 1929 ആണെങ്കിൽ ഗീതരഹസ്യ നമ്മൾ പറഞ്ഞു 1915. ഇതെന്താണ്, 17ാം നൂറ്റാണ്ടാണ്. സോ എന്തായാലും ഇതുവരെ നമ്മൾ നോക്കിയ ഓപ്ഷനിൽ ഏറ്റവും ഏൻഷ്യൻ്റ് ഏതാണ്, ഗാഥയാണ്. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായില്ലേ. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു, രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞു, മൂന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞു. ഈ നാലാമത്തെ ഉപദേശം. ഇപ്പം 3 ഓപ്ഷനിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഗാഥയാണ് ഏറ്റവും ഏൻഷ്യൻ്റ്, അതിനുശേഷം ഗീതരഹസ്യ, അതിനുശേഷം അനസക്തി യോഗ. അത് നമ്മൾ മനസ്സിലാക്കി. ഈ ഒറ്റ ഓപ്ഷനും കൂടെ ഉണ്ട്, ഉപദേശ ബൈ രാമൻ മഹർഷി, എ തമിഴ് പോയം ഓഫ് 30 വേഴ്സസ്. രാമന മഹർഷിയുടെ ഒരു 30 വചനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് പോയമാണ് യഥാർത്ഥത്തിൽ ഉപദേശ എന്നുള്ളത്. 1927 നമുക്ക് ആവശ്യമുള്ള ഉത്തരം കിട്ടി. എന്താണ്, 1927 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, രാമന മഹർഷി എന്ത് ചെയ്യുന്നത്, ഉപദേശയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ലേറ്റർ ആയിക്കൊണ്ട് ഉപദേശ സാരം അല്ലെ, ഉപദേശ സാരം എന്നുള്ള പേരിൽ മലയാളത്തിലേക്കും സംസ്കൃതത്തിലേക്കും തെലുങ്കിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ പറഞ്ഞു, ഉപദേശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറഞ്ഞു. കളക്ഷൻ ഓഫ് 6 പ്രിൻസിപ്പൽ ഫിലോസഫിക്കൽ പോയംസ് ദാറ്റ് ശ്രീരാമന കമ്പോസ്. അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് 6 പ്രിൻസിപ്പൽ ഫിലോസഫിക്കൽ പോയംസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. 1 ഉപദേശ ഉന്തിയാറ്, 2 ഉള്ളാതു നർപ്പാതു, പിന്നെ 3 യഥാർത്ഥത്തിൽ എന്താണ്, ഉള്ളാതു നർപ്പാതു അനുബന്ധം, പിന്നെ ഏകാത്മ പഞ്ചകം, പിന്നെ ആത്മവിദ്യ. ഇത് യഥാർത്ഥത്തിൽ തമിഴിലാണ് കൊടുത്തിട്ടുള്ളത്. സോ പ്രൊണൗൺസിയേഷനിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രൂപത്തിലെടുക്കുക. ഓക്കെ, സോ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഉപദേശ, അത് വർഷം ഏതാണെന്ന് നമ്മൾ പഠിച്ചു. എന്ത്, 1927 ആണെന്ന് പഠിച്ചു. അദ്ദേഹത്തിന്റെ മറ്റ് 6 പ്രിൻസിപ്പൽ ഫിലോസഫിക്കൽ പോയംസ് കൊടുത്തു. മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഓപ്ഷനിൽ ഈ ഒരു ഭാഗം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ PYQ എല്ലാ വർഷവും നമുക്ക് ലഭിച്ചു. ഈ ഒന്നാമത്തെ PYQലുള്ള ഓപ്ഷൻ എല്ലാ വർഷവും നമുക്ക് ലഭിച്ചു. 1929, 1915, 17ാം നൂറ്റാണ്ട്, 1927. ഇനി നിങ്ങൾ നോക്കുക, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ ഏതായിരിക്കും ആദ്യം വരിക? യെസ്, 17ാം നൂറ്റാണ്ടായിരിക്കും ആദ്യം വരിക. നമുക്ക് നോക്കാം ആൻസർ എന്താ വരുന്നത്. ഒന്നാമത്തേത് ഏതാണ്, ഗാഥയാണ്. രണ്ടാമത്തത് ഗീതരഹസ്യയാണ്. മൂന്നാമത്തത് ഉപദേശയാണ്.
നാലാമത്തത് അനശക്തി യോഗയാണ്. ഓക്കെ, ആ ഒരു ഭാഗം അവസാനിക്കാം. യോഗയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫിലോസഫിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. ഇതെല്ലാവർക്കും ഓക്കെ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2025 കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഏത് ഭാഗമാണ്? പതഞ്ജലി യോഗസൂത്ര. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് പതഞ്ജലി യോഗസൂത്ര? പതഞ്ജലി യോഗസൂത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണ്? താഴെ ABCDE എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഏറ്റവും അനുയോജ്യമായത്, പതഞ്ജലി യോഗസൂത്രയുമായിട്ട് അനുയോജ്യമായത് ഏതാണെന്നുള്ളത് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് പ്രാക്ടീസ് ഓഫ് ആസന പ്രിസൈഡ്സ് പ്രാണായാമ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തത് ഇൻസ്ട്രക്ഷൻ ഓഫ് യോഗസൂത്ര ആർ നോട്ട് റെലവൻറ്റ് ഫോർ സൈക്കോളജിക്കൽ വെൽബീയിങ്. ഓക്കെ, ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ C, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 limbs. ഏതാണ്? അഷ്ടാംഗാസ് 8 limbs ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഡിലിജന്റ് എൻഗേജ്മെന്റ് ഇൻ യോഗിക് പ്രാക്ടീസസ് ക്യാൻ ലീഡ് കൈവല്യ. പിന്നെ യോഗസൂത്ര ഈസ് ബേസ്ഡ് അപ്പോൺ ആൻഷ്യൻ ന്യായ സിസ്റ്റം. ഓക്കെ, ഇതിൻ്റെ ഉത്തരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ACD എന്നുള്ളതാണ് ഉത്തരം. എന്താണ്? പ്രാക്ടീസ് ഓഫ് ആസന പ്രിസൈഡ്സ് പ്രാണായാമ. ബി ഉണ്ടോ? ബി ഇല്ല. ബി നമുക്ക് ഡിസ്കസ് ചെയ്യാതെ തന്നെ നമുക്കറിയാം. ഇൻസ്ട്രക്ഷൻ ഓഫ് യോഗ സൂത്ര ആർ നോട്ട് റെലവൻറ്റ് ടു സൈക്കോളജിക്കൽ വെൽബീങ് അല്ല, ഇറ്റ് ഈസ് റെലവൻറ്റ് ടു സൈക്കോളജി ഫോർ സൈക്കോളജിക്കൽ വെൽബീങ് ആണ് നമുക്കറിയാം. പിന്നെ സി എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 limbs. അതിൽ 8 limbs ഉണ്ട്. ഡിലിജന്റ് എൻഗേജ്മെന്റ് ഓഫ് യോഗിക് പ്രാക്ടീസസ് ലീഡ് ടു കൈവല്യ. യെസ്, ഇതും ACD. ഈ എന്താണ് തെറ്റിയത്? ഇറ്റ് ബേസ്ഡ് അപ്പോൺ ആൻഷ്യൻ ന്യായ സിസ്റ്റം അല്ല, ഇറ്റ് ബേസ്ഡ് അപ്പോൺ എന്താണ്? സാംഖ്യ ഫിലോസഫിയാണ്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ ഉത്തരം കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏതാണ് പതഞ്ജലിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് പതഞ്ജലി യോഗസൂത്ര എന്നുള്ളത് ചെറിയ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. 400 AD കാലഘട്ടത്താണ് അദ്ദേഹം അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് അഷ്ടാംഗ യോഗ, 8 limbs ഓഫ് യോഗ, 8 limbs ഓഫ് യോഗ, 8 limbs ഓഫ് യോഗ അല്ലെ. അഷ്ടാംഗ യോഗ പ്രതിപാദിച്ചിട്ടുള്ളത് ഏതിലാണ്? പതഞ്ജലി യോഗസൂത്ര. അപ്പം മാറിപ്പോവരുത്. അനശക്തി യോഗ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞതും എന്താണ്? രണ്ടും രണ്ടാണ്. അതൊരിക്കലും മാറിപ്പോവരുത് നമുക്ക്. ഓക്കെ, അനശക്തി യോഗ ഗാന്ധിയുടേതാണ്. അഷ്ടാംഗ യോഗ എന്നുള്ളത് പതഞ്ജലിയുടെ യോഗസൂത്രാസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 8 limbs ഓഫ് യോഗയാണ്. ഏതൊക്കെയാണ് 8 limbs ഓഫ് യോഗ എന്ന് പറയുന്നത്? യാമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധർണ, ധ്യാന, സമാധി. ഇതാണ് 8 limbs ഓഫ് യോഗ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം യോഗസൂത്രയിൽ, അദ്ദേഹത്തിൻ്റെ പതഞ്ജലിയുടെ യോഗസൂത്രയിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നതും. ഓക്കെ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിക്കൽ തോട്ടാണ്, യോഗയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഓണല്ല, മറിച്ച് ഗീതയിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്നൊക്കെയാണ് അദ്ദേഹം യോഗസൂത്ര രചിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു കൈവല്യ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വായിച്ചൊരു ഏരിയ ആണ് എന്ത്? ഡിലിജന്റ് എൻഗേജ്മെന്റ് ഇൻ യോഗിക് പ്രാക്ടീസസ് ക്യാൻ ലീഡ് ടു കൈവല്യ. കൈവല്യ എന്നുള്ള സ്ഥലത്തേക്ക് എന്നുള്ള ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റുമായിരിക്കും ഡിലിജന്റ് എൻഗേജ്മെന്റ് ഇൻ യോഗിക് പ്രാക്ടീസ്. നിരന്തരം ഒരു തരത്തിലുള്ള നിർത്തൽ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗ്യാപ്പില്ല, നിരന്തരമുള്ള യോഗിക് പ്രാക്ടീസിലേക്ക് എൻഗേജ്മെന്റിൽ യോഗിക് പ്രാക്ടീസിലൂടെ കൈവല്യയിൽ എന്ന സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ ശരിയാണ് കൊടുത്തിട്ടുള്ളത്. ഡി നമ്മൾ ശരിയാണ് കൊടുത്തിട്ടുള്ളത്. ഏത്? യോഗസൂത്രയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ എന്താണ് കൈവല്യ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. കൈവല്യ ഈസ് എ സാൻസ്ക്രിറ്റ് ടേം സിഗ്നിഫൈസ് അലോൺനെസ്, ഐസൊലേഷൻ ഓർ ഡിറ്റാച്ച്മെന്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പിരിച്വൽ ലിബറേഷൻ. നമുക്കറിയാം, വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമാണ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വെയർ ട്രൂ സെൽഫ്, പുരുഷ പ്രകൃതി, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വെയർ ട്രൂ സെൽഫ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം മൈൻഡ്. ഒരു കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദിസ് അറ്റാച്ച്മെന്റ് വേൾഡിൽ, ഈ ഒരു മെറ്റീരിയൽ വേൾഡിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആവുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കൈവല്യ എന്നുള്ളത്. അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാംഖ്യ ഫിലോസഫി. നമ്മൾ പറഞ്ഞു ഡ്യുവലിസം, യോഗ ഫിലോസഫി ഒക്കെ പറയുന്നത് ഡ്യുവലിസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം എന്താണ്? അത് പറയുന്നത് എന്താണ്? മൈൻഡ് ആൻഡ് ബോഡി, മൈൻഡ് ആൻഡ് ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കൺസെപ്റ്റും പറയുന്നത്. സോ അതെന്താണ്? ഡ്യുവലിസം ആണ്. അത് ഏത് ഫിലോസഫിയുമായി ബന്ധപ്പെട്ടതാണ് ഡ്യുവലിസം? ഇന്ത്യൻ ഈസ്റ്റേൺ സിസ്റ്റത്തിൽ അതേതാണ്? സാംഖ്യ ഫിലോസഫിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സാംഖ്യ ഫിലോസഫിയുടെ ഒരു
അടിസ്ഥാനത്തിലാണ് എന്തുള്ളത്, പതഞ്ജലിയുടെ യോഗസൂത്ര ഉള്ളത്. Anyone who sincerely and continuously follows the path of yoga as taught by Patanjali can reach കൈവല്യ. അപ്പോൾ കൈവല്യയിൽ എങ്ങനെ ഒരാൾക്ക് എത്താൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നേരത്തെ പഠിപ്പിച്ച 8 ലിംസ് ഉണ്ട് അല്ലേ, 8 ലിംസ് വളരെ കൃത്യമായിട്ട് പഠിച്ച് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് എവിടെ എത്താൻ പറ്റും, കൈവല്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ എത്താൻ പറ്റും. എന്താണ് ആ സ്റ്റേറ്റ്? ഇറ്റ് ഈസ് ഡിറ്റാച്ച്മെന്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്പിരിച്വൽ. ഇറ്റ് ഈസ് എന്താ സ്റ്റേറ്റ് പറഞ്ഞത്? ഫ്രീ ഫ്രം മൈൻഡ്, ട്രൂ സെൽഫ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം മൈൻഡ്, അതാണ് ആ സ്റ്റേറ്റ്. ഓക്കെ, കൈവല്യയെ കുറിച്ച് പറഞ്ഞു. ഇനി ന്യായ സിസ്റ്റം. എന്താണ് ന്യായ സിസ്റ്റം അല്ലെങ്കിൽ ന്യായ സ്കൂൾ, ന്യായ ഫിലോസഫി എന്താണ് പറയുന്നത്? ന്യായ സ്കൂൾ ഈസ് ഫൗണ്ടഡ് ബൈ സേജ് ഗൗതമ. ഇത് ഒരിക്കലും ആരല്ല, നമ്മളെ സിദ്ധാർത്ഥ ഗൗതമ അല്ല, മാറിപ്പോവരുത്, ഇത് മറ്റൊരു സേജ് ആണ്. ഹി ഈസ് ഫെമിലറൈസ്ഡ് ദാറ്റ് ദ ആകാശപാത, ആകാശപദം, അക്ഷപദം എന്നൊക്കെ നമ്മൾ പറയും. ന്യായ ഫിലോസഫി ഈസ് നോൺ ആസ് തർക്കശാസ്ത്ര, പ്രമാണശാസ്ത്ര, ഹേതുവിദ്യ, വാദവിദ്യ, അൻവിക്ഷ്കി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പറയും. അത് ചെറിയ രൂപത്തിലുള്ള, അഥവാ മലയാളത്തിൽ പറയുകയാണ് എന്ത്, തത്വ ചിന്ത എന്ന് നമുക്ക് മലയാളീകരിക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പം ഇത് ന്യായ സിസ്റ്റം നമ്മുടെ ഓപ്ഷനിൽ വന്നതുകൊണ്ട് ജസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് ന്യായ സിസ്റ്റം. അപ്പോൾ ഒരിക്കലും യോഗ സൂത്രം ഒരിക്കലും ന്യായ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല, മറിച്ച് അദ്ദേഹം പതഞ്ജലി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് രചിച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു സാംഖ്യ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ന്യായ സിസ്റ്റം അല്ലെങ്കിൽ ന്യായ ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലല്ല. രണ്ടാമത്തെ PYക്ക് പോകുമ്പോൾ നമ്മൾ ആൻസർ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാണ്. എന്ത്? പ്രാക്ടീസ് ഓഫ് ആസന പ്രിസൈഡ്സ് പ്രാണായാമ. ശരിയല്ലേ? നിങ്ങൾ നോക്കി, നമ്മൾ 8 ലിംസ് പറഞ്ഞ സ്ഥലത്ത് പ്രാക്ടീസ് ഓഫ് ആസന പ്രിസൈഡ്സ് പ്രാണായാമ. വളരെ ശരിയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കണം, മൂന്നാമത്തെയും നാലാമത്തെയും ലിംബുമായി ബന്ധപ്പെട്ട. അപ്പം 1 മുതൽ 6 ലിംബിൻ്റെ ഓർഡറും എന്താണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കിട്ടുന്ന അറിവ്. രണ്ടാമത്തേത് ഇൻസ്ട്രക്ഷൻ ഓഫ് യോഗ സൂത്ര ആർ നോട്ട് റെലവൻറ്റ് ഫോർ സൈക്കോളജിക്കൽ വെൽബീങ്. നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും, ഒരിക്കലും അത് യോഗസൂത്രമായി ബന്ധപ്പെട്ടതല്ല, അത് തെറ്റ്. പിന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 ലിംസ് അഷ്ടാംഗാസ്. നമ്മൾ 8 ലിംബിനെ കുറിച്ച് പറഞ്ഞു, അതാണ് യോഗസൂത്രയിൽ മെയിൻ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സാധനം. അത് ശരി. ഡിലിജന്റ് എൻഗേജ്മെന്റ് ഇൻ യോഗിക് പ്രാക്ടീസസ് ക്യാൻ ലീഡ് കൈവല്യ. കൈവല്യ എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു, അതും ശരി. യോഗസൂത്ര ഈസ് ബേസ്ഡ് അപ്പോൺ ആൻഷ്യൻ ന്യായ സിസ്റ്റം അല്ല, മറിച്ച് എന്താണ് ഇവിടെ വരിക? ഈസ് ബേസ്ഡ് ഓൺ സാംഖ്യ ഫിലോസഫി. സാംഖ്യ ഫിലോസഫിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് വരുന്നത്? യഥാർത്ഥത്തിൽ ഈ പതഞ്ജലിയുടെ യോഗസൂത്ര വരുന്നത്. ഓക്കെ, ഈ യോഗ ഫിലോസഫീസിൽ നമ്മൾ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗയുമായി ബന്ധപ്പെട്ടുള്ള ഫിലോസഫി ഭഗവത്ഗീതയിലൂടെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പതഞ്ജലി യോഗസൂത്രം നമ്മൾ ചെയ്തു, സ്വാമി വിവേകാനന്ദ നമ്മൾ ചെയ്തിട്ടില്ല, അരവിന്ദോസ് യോഗയും നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, അതിൽ ഭഗവത്ഗീത നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം തുടക്കത്തിൽ വരുന്ന ഒരു ഏരിയയാണ് ഭഗവത്ഗീത എന്നുള്ളത്. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് പറയാതെ യോഗൻ ഫിലോസഫി എന്താവില്ല, കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ നറേറ്റീവ് ഫ്രെയിംവർക്ക് ഓഫ് എ ഡയലോഗ് ബിറ്റ്വീൻ പാണ്ഡവ പ്രിൻസ് അർജുൻ ആൻഡ് ഹിസ് ഗൈഡ് ആൻഡ് ചെറിയോട്ടർ കൃഷ്ണ. ഓക്കെ, ഇത് നമുക്കൊക്കെ അറിയാം. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. there are 18 chapters, each chapters called യോഗ. ഓക്കെ, ഈ ഓരോ ചാപ്റ്ററിന് പറയുന്നതാണ് എന്ത്, യോഗ എന്നുള്ളത്. 18 chapters ക്ലാസിഫൈ അണ്ടർ മെയിൻ 3 തീംസ്. ഏതൊക്കെയാണ്? കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. ഈ കർമ്മയോഗ എന്ന് പറയുന്നത് 6 ചാപ്റ്റേഴ്സ് ആണ്. ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിനെ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. എന്ത്? കർമ്മയോഗ. അത് പറയുന്നത് എന്താണ്? സെൽഫ്ലെസ് ആക്ഷൻ. നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ സെൽഫ്ലെസ് ആക്ഷൻ, നമ്മളൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കർമ്മയോഗ എപ്പോഴാണ്? ആദ്യത്തെ ചാപ്റ്ററാണ്, ഭഗവത്ഗീതയിലെ ആദ്യത്തെ 6 ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന അർജുനന് ലോർഡ് കൃഷ്ണൻ നൽകുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് സെൽഫ്ലെസ് ആക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആദ്യ ഭാഗം എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഭക്തിയോഗ. അതിനുശേഷം വരുന്ന 6 ചാപ്റ്റേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡിവോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ വാക്കിൽ തന്നെ ഉണ്ട്, യഥാർത്ഥത്തിൽ ഭക്തി യോഗയിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ള ഡിവോഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. പിന്നീട് അർജുനനും അതുപോലെ തന്നെ ലോർഡ് കൃഷ്ണനും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ജ്ഞാനയോഗ, വിസ്ഡം, ജ്ഞാനം എന്നൊക്കെ അതിൽ നമുക്ക് പറയാൻ പറ്റും. അതിലും അർത്ഥത്തിൽ തന്നെ ഉണ്ട്. അത് അതിന് ശേഷമുള്ള ആറാമത്തെ 6 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതാണ് യഥാർത്ഥ ഭഗവത്ഗീതയുടെ ക്ലാസിഫിക്കേഷൻ: കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. ദീസ് യോഗാസ് എക്സിസ്റ്റഡ് ഇൻ വേദിക് ആൻഡ് ഉപനിഷത്ത് ബിഫോർ ഗീത.
ഗീതയിൽ ഇത് യഥാർത്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഈ ടേംസും ഇത് വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ എങ്ങനെ ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഗീതയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 യോഗ എന്ന് പറഞ്ഞ കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡെയിലി ലൈഫിൽ ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ഗീതയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആശയം യഥാർത്ഥത്തിൽ അത് വേദിക് ലിറ്ററേച്ചറിലും ഉപനിഷത്തിലും ഒക്കെ ഗീതയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതിൻ്റെ ആശയം. പക്ഷെ കൃത്യമായിട്ട് അതെങ്ങനെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്താം എന്നുള്ളത് ഗീതയിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗീത പ്രസന്റ് ദീസ് ഫിലോസഫീസ് ഇൻ എ നരേറ്റീവ് ഫോർമാറ്റ് മേക്ക് ഇറ്റ് ആക്സസിബിൾ ഫോർ ഡെയിലി ലൈഫ്. നമ്മൾ പറഞ്ഞു ഡെയിലി ലൈഫ് എക്സസൈസിൽ ഡെയിലി ലൈഫിലുള്ള ഓരോ പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ആയിക്കൊണ്ട് ഗീത പറഞ്ഞു തരുന്നത് ഈ ഒരു യോഗയിലൂടെ, അതല്ലെങ്കിൽ 3 മെയിൻ ആയിട്ടുള്ള യോഗ, അത് 18 അധ്യായങ്ങളെ 3 തിരിച്ചുള്ള കർമ്മയോഗവും ഭക്തിയോഗയും ജ്ഞാനയോഗയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെ അത് തരണം ചെയ്യാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ആശയമൊക്കെ എവിടെ ഉണ്ടായിരുന്നു? മുന്നേ ഗീതയ്ക്ക് മുന്നേ വന്നിട്ടുള്ള ഉപനിഷത്തുകളിലും വേദിക് ലിറ്ററേച്ചറിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 type of renunciation in ഗീത. ഗീതയിൽ 2 type of renunciation പറയുന്നുണ്ട്, സന്യാസ ആൻഡ് ത്യാഗ. സന്യാസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ ഭൂമിയിൽ, ഈ ഒരു ലോകത്തെ മെറ്റീരിയൽ വീട്ടിൽ കംപ്ലീറ്റ്ലി ബന്ധം വിട്ടുകൊണ്ട് ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്ന സിറ്റുവേഷൻ ആണ്. ത്യാഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ കർമ്മയോഗ പറഞ്ഞതുപോലെ തന്നെയാണ് ത്യാഗ എന്ന് പറയുന്നത് എന്താണ്, സെൽഫ്ലെസ് ആക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും നമുക്ക് ലഭിക്കൂല. അതിന് എന്തെങ്കിലും രൂപത്തിലുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അതിന് അപ്രിസിയേഷനോ ഒന്നും വിചാരിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ ത്യാഗ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആശയമാണ് ത്യാഗയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി അടുത്ത് സ്വാമി വിവേകാനന്ദ, അദ്ദേഹമാണ് പോപ്പുലറൈസ് ദ ടേം രാജയോഗ. നമ്മൾ യോഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഭക്തിയോഗ, കർമ്മയോഗ, ജ്ഞാനയോഗ, രാജയോഗ. പക്ഷെ ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്നത് 3 ടൈപ്പ് ഓഫ് യോഗാസ് ആണ്, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ. എന്നാൽ സ്വാമി വിവേകാനന്ദനാണ് ഈ രാജയോഗ കണ്ടുപിടിക്കുന്നത്. ആ ഒരു ടേം അദ്ദേഹം പോപ്പുലറൈസ് ചെയ്യുന്നത്. ഈ രാജയോഗ അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? വിച്ച് എക്സ്പ്ലെയിൻഡ് ഇൻ ദ യോഗ സൂത്ര. ആരുടെ? പതഞ്ജലിയുടെ യോഗസൂത്രയിൽ നിന്നുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു പുതിയ ടേം അദ്ദേഹം പോപ്പുലറൈസ് ചെയ്യുന്നത്, രാജയോഗ. ട്രാൻസ്ലേറ്റഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് പതഞ്ജലി യോഗ സൂത്ര ഇൻ സിംപ്ലി വേ. അദ്ദേഹം ചെയ്തിട്ടുള്ളത് പതഞ്ജലിയുടെ യോഗസൂത്ര കുറച്ചും കൂടെ സിമ്പിൾ ആയിക്കൊണ്ട്, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻഡ് ആയിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാജയോഗ ഈസ് ദ സയന്റിഫിക് മെത്തേഡ് ടു റിയലൈസ് ഗോഡ് ദ സെൽഫ്. രാജയോഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സയന്റിഫിക് മെത്തേഡ് ടു റിയലൈസ് ദ ഗോഡ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സ്വാമി വിവേകാനന്ദ. അദ്ദേഹത്തിന്റെ 4 യോഗാസ്, അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏത് യോഗ എന്ന് പറയുന്നത്, യോഗൻ ഫിലോസഫി, യോഗ ഫിലോസഫി എന്നുള്ളത് ഒരുപാട് വ്യത്യസ്ത പാത്തുകളാണ്. പക്ഷെ അതിന്റെ എക്സ്ട്രീം ഗോൾ എന്നുള്ളത് സെയിമാ നമ്മൾ പറഞ്ഞു. അതാണ് കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, രാജയോഗ. അങ്ങനെ 1, 2, 3, 4 യോഗാസ് ആണ് ആയത് വിവേകാനന്ദ മുന്നോട്ട് വെക്കുന്ന യോഗാസ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഫിലോസഫി. ഹി റോട്ട് ദ ബുക്ക് രാജയോഗ ഇൻ 1896, 1896 അദ്ദേഹം രാജയോഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്, അത് അദ്ദേഹത്തിന്റെ ഇന്റർപ്രിട്ടേഷന് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്ത്, പതഞ്ജലി യോഗസൂത്ര, അതിന്റെ ആശയത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അദ്ദേഹം ഗീതയിൽ നിന്നൊക്കെ എന്തുണ്ട് അദ്ദേഹത്തിന്റെ കൃതിയിൽ അദ്ദേഹം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഗീതയിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൃതിയിലുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ എടുത്തിട്ട് അവർ പുതിയ ടേം കണ്ടെത്തുന്നു, രാജയോഗ എന്ന്. അതിന് കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുന്നു, എന്തുകൊണ്ട് രാജയോഗ വ്യത്യസ്തമാകുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ ആശയങ്ങളൊക്കെ വേദിക് ലിറ്ററേച്ചറിൽ, പതഞ്ജലി യോഗസൂത്രയിൽ, ഗീതയിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അവരുടേതായ രൂപത്തിലുള്ള ഫിലോസഫികൾ അവരെന്ത് ചെയ്യുന്നു, എഴുതുന്നു എന്നതാണ്. ഇനി ശ്രീ അരബിന്ദോ, യഥാർത്ഥത്തിൽ യോഗയുടെ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗത്തു നിന്നൊക്കെ മേ ബി കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് യോഗയുടെ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ശ്രീ അരബിന്ദോ അഥവാ അരവിന്ദ ഘോഷ് എന്ന് നമ്മൾ പറയുന്നത്. അദ്ദേഹം 1872 ജനിക്കുന്നത്. ശ്രീ അരബിന്ദോ കാൾഡ് ദ യോഗ ഓഫ് ഗീത ബൈ വേരിയസ് ടേംസ് പൂർണ്ണ യോഗ, കംപ്ലീറ്റ് യോഗ, ഇന്റഗ്രൽ യോഗ, സുപ്രമെന്റൽ യോഗ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നെറ്റിൽ. കാരണം ഇന്റഗ്രൽ യോഗ എന്നതിന് മറ്റൊരു പേര് എന്താണ്? സുപ്രമെന്റൽ യോഗ എന്നുള്ളതാണ്. അപ്പം ഇത് അരവിന്ദോന്റെ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് യോഗ ഫിലോസഫിയിൽ ഇന്റഗ്രൽ യോഗ, പൂർണ്ണമായിട്ടുള്ള ഒരു യോഗ, കംപ്ലീറ്റ് യോഗ എന്നൊക്കെ പറയുന്നത്. ഇൻ ഹിസ് വ്യൂ ദ യോഗ ഓഫ് ഗീത വാസ് ആൻ ഇന്റഗ്രൽ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് പാർട്സ്, ജ്ഞാന, കർമ്മ, ഭക്തി ആൻഡ് സെൽഫ് പെർഫെക്ഷൻ. അദ്ദേഹവും പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കൊണ്ട് ഇപ്പൊ ഗീതയിൽ പറഞ്ഞിട്ടുള്ള യോഗങ്ങളൊക്കെ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫിലോസഫിയെ കുറിച്ച് പറയുന്നത്. അതിന് അദ്ദേഹം കൊടുത്തതാണ് ഇന്റഗ്രൽ യോഗ ഓർ സുപ്രമെന്റൽ യോഗ എന്നുള്ള പേര്. അക്കോർഡിംഗ് ടു ശ്രീ അരബിന്ദോ ദ ട്രിപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ഇൻവോൾവ്, അദ്ദേഹത്തിന്റെ ട്രിപ്പിൾ
ട്രാൻസ്ഫോർമേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ശ്രീ അരബിന്ദോയുടെ ട്രിപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെയാണ്, അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഏതൊക്കെയാണ് സൈക്കിക്, സ്പിരിച്വൽ, സുപ്രമെന്റൽ ട്രാൻസ്ഫോർമേഷൻ. മേ ബി ക്വസ്റ്റ്യൻ ഓപ്ഷനിലായിട്ട് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെയും മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ലൈഫ് ഇൻ ടു ഡിവൈൻ ലൈഫ്. യോഗയുടെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലത്തെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ് ഇൻ ടു ഡിവൈൻ ലൈഫ്. അതാണ് യഥാർത്ഥത്തിൽ ഇത്രയും നമ്മൾ യോഗ ഫിലോസഫി അതിൻ്റെ ഒക്കെ മെയിൻ എയിം. പക്ഷെ അതിന് ഡിഫറെൻറ്റ് പാത്തുകളാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത വായിച്ചിട്ട് ഒരാൾ അവരുടെ അസംഷനുമായി ബന്ധപ്പെട്ട ഒരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഭഗവത്ഗീതയും വേദിക് ലിറ്ററേച്ചറും പതഞ്ജലിയും ഒക്കെ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള ഗീത ഫിലോസഫിയിൽ നിന്ന് എടുത്തുനിന്ന് പുതിയതായിട്ട് ഒരു ഫിലോസഫി ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് പാത്താണെങ്കിലും വീണ്ടും പറയുകയാണ് ആവർത്തിച്ച് അതിൻ്റെ ഒക്കെ ഗോൾ എന്നുള്ളത് ഒരു സെയിം സബ്മിറ്റാണ് എന്നുള്ളതാണ്. അപ്പം PYQ ഒന്നാമത്തെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗാഥ, ഗീതരഹസ്യ, ഉപദേശ, അനസക്തി യോഗ. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളാക്കി ഏറ്റവും പുരാതനമായിട്ടുള്ളത് ആദ്യം കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട ഇയർ ബേസിൽ നമ്മൾ കൊടുത്തു. ആ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ PYQ പതഞ്ജലി യോഗ സൂത്ര എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെ ഉത്തരം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഒബ്ജക്റ്റീവ്സ് നമ്മളപ്പോൾ ക്ലിയർ ചെയ്തു. ഭഗവത്ഗീത പറഞ്ഞു, പതഞ്ജലി യോഗ സൂത്ര പറഞ്ഞു, അരബിന്ദോസ് യോഗ പറഞ്ഞു, മഹാത്മാഗാന്ധിയുടെ യോഗ പറഞ്ഞു, സ്വാമി വിവേകാനന്ദ യോഗയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലപ്പുറം നമ്മുടെ ഓപ്ഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ചെറിയ ഡിസ്ക്രിപ്ഷനിലൂടെ പറഞ്ഞു. സോ ഇത്രയും ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക യോഗ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതൊരു എക്സസൈസ് മാത്രമല്ല, പക്ഷേ എക്സസൈസും ഉണ്ട്. അതിലപ്പുറത്ത് എന്താണ്? ഇറ്റ് ഇസ് എ പാത്ത് ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ ഇന്നത്തെ ക്ലാസ് ഇതിവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു സീരീസിൽ ഏകദേശം ആദ്യത്തെ മൊഡ്യൂൾ അവസാനിക്കുകയാണ്. ദ എമർജൻസ് ഓഫ് സൈക്കോളജിയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ അവസാന ക്ലാസ്സാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ മുതൽ ദ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള PYQ അനാലിസിസ് ആയിരിക്കും വരിക. അപ്പം ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളുടെ സൗജന്യമായിട്ടുള്ള ക്ലാസ്സാണ് എൻലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുക. മോക്ക് ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ PYQs, വെബിനാർസ്, സ്റ്റഡി നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒക്കെ ഫ്രീ ആയിട്ടാണ് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. സോ ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.